ഞാൻ എല്ലാ ദിവസവും കരഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി പോരാടി. ജെമിമയുടെ കണ്ണീരിൽ കുതിർന്ന വിശ്വാസ പ്രഖ്യാപനം കായിക ലോകത്തിന് നൽകിയത് മറക്കാനാവാത്ത ഒരു പ്രകടനവും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനവുമാണ്. തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ മതപരിവർത്തനം എന്ന പേരിൽ അപമാനിക്കപ്പെട്ടവൾ, ഈ പേരിൽ തൻ്റെ ക്ലബിൽ നിന്നും പോലും പുറത്താക്കപ്പെട്ടവൾ ഇന്ന് അതേ മണ്ണിൽ കോടിക്കണക്കിന് ആളുകളുടെ കണ്ണിലുണ്ണിയായി വിജയിച്ചു നിൽക്കുന്നു. അതെ, വിശ്വാസം അടിയറവ് പറയാതെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, കരിയറിന് വേണ്ടി ഈശോയെയും വിശ്വാസത്തെയും തള്ളിപ്പറയാതെ, ഒളിച്ചു വയ്ക്കാതെ ധീരതയോടെ ആ പെൺകുട്ടി നിന്നപ്പോൾ ദൈവം അവളെ ഉയർത്തി. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ പറയുന്നത് അവളുടെ നാമമാണ്, ജെമിമ റോഡ്രിഗ്സ്. ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയെ ചരിത്ര വിജയം നേടിക്കൊടുത്ത ഇന്നിങ്സിന് പിന്നാലെ ജെമിമ റോഡ്രിഗ്സിന്റെ വികാരനിർഭരമായ വാക്കുകൾ കായിക ലോകത്തെ കണ്ണീരണിയിച്ചു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിക്കുമ്പോൾ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെ സാക്ഷിയാക്കി കണ്ണീരോടെ ജെമിമ പറഞ്ഞ ഈ വാക്കുകൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാകുകയാണ്. ലോകകപ്പിന്റെ തുടക്കത്തിൽ ജെമിമയുടെ പ്രകടനം മോശമായിരുന്നു. തുടർച്ചയായ ഡക്കുകൾ, ടീമിൽ നിന്ന് പുറത്ത്, ഇതെല്ലാം ഈ യുവതാരത്തെ വല്ലാതെ തളർത്തി. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഉത്കണ്ഠയിലൂടെ കടന്നു പോവുകയായിരുന്നു. ചില കളികൾക്ക് മുമ്പ് അമ്മയെ വിളിച്ച് ഞാൻ മുഴുവൻ സമയവും കരയുമായിരുന്നു. എന്നാൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്തം മാത്രം ഞാൻ കാണിച്ചു, ബാക്കിയെല്ലാം ദൈവം ഏറ്റെടുത്തു. കളിയുടെ അവസാനം എൻ്റെ എനർജി പോയി, ഞാൻ തളർന്നു. ഈ സമയം ബൈബിളിലെ ഒരു വചനം ഞാൻ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു: നിങ്ങൾ ശാന്തമായി നിൽക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഞാൻ അവിടെ ഉറച്ചു നിന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി പോരാടി. പുറപ്പാട് 14 അധ്യായം 14 വാക്യം പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപ്പെടുത്തൽ ജെമിയുടെ 127 റൺസ് പ്രകടനത്തെ കേവലം ക്രിക്കറ്റ് ചരിത്രത്തിലെ നേട്ടത്തിൽ നിന്ന് പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ഉജ്ജ്വല സാക്ഷ്യമായി മാറ്റുന്നു.